കേരളത്തിൻ്റെ കായിക ഭാവിയെ നിർണ്ണയിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025-26 സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ മന്ത്രി റിയാസ് നിർവഹിച്ചത്. ഇവിടെ കായിക കേരളം ആവേശത്തോട് കാത്തിരിക്കുന്ന ഈ മഹാമേളയ്ക്ക് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ആതിഥ്യം വഹിക്കുവാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ഈ ഓഫീസ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഒപ്പം അക്കാദമിക ഉറപ്പാക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വികസനത്തിന് പാഠപുസ്തകങ്ങൾ മാത്രം മതിയാവില്ല. കായികവും കലയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കായികക്ഷമതയും മാനസികാരോഗ്യവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തേക്കുള്ള ഏറ്റവും ശരിയായ ചുവടുവയ്പ്പാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്ന സ്കൂൾ ഒളിമ്പിക്സ് സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഒരു പുതിയ ചരിത്രമാണ് കുറിച്ചത്. ഏകദേശം 45 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്നും കഴിവ് തെളിയിച്ച 24,000-ഓളം കായിക താരങ്ങൾ ആ മേളയിൽ മാറ്റുരച്ച്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ വിജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ഒളിമ്പിക്സ് തയ്യാറെടുക്കുന്നത്. ഈ വർഷത്തെ മേളയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ഈ വർഷം മുതൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ കപ്പ് സമ്മാനിക്കുന്നതാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് ജില്ലകൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരത്തിന് ആക്കം കൂട്ടുമെന്നും കൂടുതൽ മികച്ച പ്രതിഭകളെ കണ്ടെത്തുവാൻ സഹായിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ കായികമേളയുടെ യശസ് ഇന്ന് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. കഴിഞ്ഞ വർഷം UAE-യിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 15ാമത്തെ ജില്ലയായി പങ്കെടുത്ത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ കുട്ടികൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക താരങ്ങളുമായി മത്സരിക്കുവാൻ അത് അവസരമൊരുക്കി. കഴിഞ്ഞ തവണ ആൺകുട്ടികളാണ് പങ്കെടുത്തതെങ്കിൽ ഈ വർഷം UAE-യിൽ നിന്നും പെൺകുട്ടികൾ കൂടി എത്തുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വിജയമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കായിക സംസ്കാരമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1500-ഓളം വരുന്ന പ്രത്യേക പരിഗണന അറിയിക്കുന്ന നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം. അവരുടെ പ്രകടനങ്ങൾ നമുക്കേവർക്കും പ്രചോദനമാണ്. ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഓഫീസ് കേവലം ഒരു ഓഫീസല്ല, മറിച്ച് ഈ മഹാമേളയുടെ ഹൃദയമാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025 വിജയകരമായ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാകുന്ന സ്വാഗത സംഘത്തിൻ്റെ ഓഫീസ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ മന്ത്രി ഇവിടെ സൂചിപ്പിച്ച എറണാകുളത്തെ സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കുകൊള്ളാൻ സാധിച്ചിരുന്നു. വളരെ വിജയകരമായ സ്കൂൾ ഒളിമ്പിക്സ് സമാപിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു എറണാകുളത്തെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ സമയത്ത് അവിടുത്തെ ജില്ലാ കലക്ടർ. അപ്പോൾ അദ്ദേഹവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടിയാണത് നേതൃത്വം കൊടുത്ത് സംഘടിപ്പിച്ചത്. ഇത്തവണ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി വിദ്യാഭ്യാസ മന്ത്രിക്കൊപ്പം തിരുവനന്തപുരത്തെ സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളത്തെ സ്കൂൾ ഒളിമ്പിക്സിനേക്കാൾ മികവുറ്റതാക്കി മാറ്റി തീർക്കാൻ സാധിക്കുമെന്ന് മികച്ച സംഘാടകരായി എല്ലാവരും യോജിപ്പിച്ച് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സ്കൂൾ കലാമേളയും കലോത്സവവും ഈ വർഷം തിരുവനന്തപുരത്താണ് നടന്നത്. ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സും തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കായിക മത്സരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേവലം ഒരു മത്സരത്തിനപ്പുറത്ത് കുട്ടികളിൽ സ്പോർട്സിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു പ്രധാന ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. കാരണം ഈ ലഹരി പോലുള്ള വിപത്ത് വലിയ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുമ്പോൾ അതിനൊരു പ്രധാന കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ വല്ലാതെ കുറയുന്നു എന്നുള്ളതാണ്. കാരണം ചെറുപ്പത്തിലെ നമ്മൾ വിവിധ കളികളുടെ ഫുട്ബോളായാലും അല്ലെങ്കിൽ ക്രിക്കറ്റായാലും ഷട്ടിലായാലും അല്ലെങ്കിൽ ഓട്ടമായാലും ചാട്ടമായാലും നമ്മളതിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മളവിടെ തോൽക്കാൻ കൂടി പഠിക്കുകയാണ്.
തോൽക്കാൻ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ചെറുപ്രായത്തിൽ മത്സരിക്കുമ്പോൾ തോൽക്കുമ്പോൾ ആ തോൽവിയിൽ നിന്നും മാനസികമായി അതിജീവിക്കാനുള്ള ഒരു വല്ലാത്ത കരുത്ത് സ്പോർട്സിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തോറ്റാലും ശരി ജയിച്ചാലും ശരി കളിക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് നമ്മളറിയാതെ നമ്മളിലൊരു അധ്യാപകനായി സ്പോർട്സ് മാറുകയാണ്. ഇന്നത്തെ കുട്ടികൾ അവരുടെ കുഴപ്പമല്ല. ജനസാന്ദ്രത ഏറെയുള്ള കേരളത്തിൽ കളിക്കാനുള്ള ഇടങ്ങൾ കുറയുന്നു, കളിയുടെ രീതികൾ മാറുന്നു. ഇപ്പോൾ ഗെയിംസ് പലതും നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ്. ശരീരം അനങ്ങുന്നില്ല, എന്നാൽ നമ്മൾ വലിയ ഭാരിച്ച മത്സരമാണ് സോഷ്യൽ മീഡിയയിലൂടെ കളിക്കുന്നത്. ഫുട്ബോൾ ചിലപ്പോൾ നമ്മൾ മെസ്സിക്കൊപ്പം അർജൻറ്റീനയുടെ ടീമംഗമായിട്ടായിരിക്കും ചെറിയ കുട്ടി കളിക്കുന്നത്. അപ്പോൾ മെസ്സി സ്റ്റൈലിലുള്ള പാസ് സ്വീകരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മൾ മാറുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ശരീരം അതിനനുസരിച്ച് വികസിക്കുന്നില്ല. അങ്ങനെയുള്ള കളികളാണിന്ന് ഏറെ വരുന്നത്. പിന്നെ വേറെ ചില അപകടകരമായ കളികളും കടന്നു വരികയാണ്. അപ്പോൾ ഈ പരസ്പരം മനുഷ്യർ തമ്മിൽ കളിച്ച് തോൽക്കുമ്പോൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് നമുക്കില്ലാതായി മാറുന്നു നമ്മുടെ കുട്ടികൾക്ക്. അതിൻ്റെ ഭാഗമായി ചെറിയൊരു പ്രയാസം വന്നാൽ കുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ഈഗോ, വല്ലാത്ത വാശിയൊക്കെ വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ചിലർ ലഹരിയെ തേടി പോകുന്നത്, ചിലർ ലഹരിക്ക് അടിമപ്പെടുന്നത്. അവിടെയാണ് സ്പോർട്സിൻ്റെ പ്രാധാന്യം ഏറെ ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. സ്പോർട്സ് കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രാധാന്യം നമുക്ക് പൊതുവേ സ്പോർട്സിന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് സംസ്ഥാന സ്കൂൾ കായിക മത്സരമായ സ്കൂൾ ഒളിമ്പിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലാമേളയില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത്തവണ നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ലോകത്ത് തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ, വിവിധ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു കായിക മേളയാണ്. ആ കായികമേളയെ വിജയകരമായി മാറ്റി തീർക്കാൻ നമുക്ക് ഒന്നിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.